ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ലെമൺ പെപ്പർ ചിക്കൻ ആണ്. ഈ ലെമൺ ചിക്കൻ ഫ്രൈ നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ചിക്കൻ റെസിപ്പിയാണ്. അധികം മസാലകളോ എരിവോ ഒന്നും തന്നെ ഇല്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അതുപോലെ തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. എല്ലോട് കൂടി തന്നെയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി 1 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ചിക്കനിലേക്ക് മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ എടുക്കുമ്പോൾ റിഫൈൻഡ് ഓയിൽ തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 ഏലക്കയും കുറച്ച് ഗ്രാമ്പൂവും 1 ബേ ലീഫും കൂടി കീറിയതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ്റെ കഷ്ണങ്ങളാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ചിക്കനൊക്കെ ഇതിലേക്ക് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ബ്രൗൺ ആക്കി എടുക്കാം. ചിക്കൻ്റെ ഒരു സൈഡ് ബ്രൗൺ ആകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറുവശവും നമുക്ക് ഇതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബ്രൗൺ ആക്കി എടുക്കാം. ഏകദേശം 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ നമുക്ക് ബ്രൗൺ ആക്കി എടുക്കാവുന്നതാണ്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ബ്രൗൺ ആയി എന്ന് പറഞ്ഞിട്ട് ചിക്കൻ്റെ ഉൾവശമൊന്നും ചിലപ്പോൾ വെന്ത് കാണില്ല കേട്ടോ. നമുക്കിതൊക്കെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മസാലയിൽ കുറച്ച് ബാക്കിയുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എരിവും ഉപ്പും ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്കൊന്ന് കോട്ട് ചെയ്യുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇളക്കാനായിട്ട്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് എടുക്കുമ്പോൾ ഒട്ടും പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കുക. അതുപോലെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എരിവിന് വേണ്ടിയിട്ടാണ്. എരിവ് വേണ്ടാന്നുള്ളവർക്ക് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ തൈരിലൊക്കെ കിടന്നിട്ട് ഈ ചിക്കൻ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇനി കുറച്ച് നേരം കൂടി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചൊരു 10 മിനിറ്റും കൂടി അടച്ചു വെച്ച് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേ കണ്ടോ, നമ്മുടെ തൈരൊക്കെ വറ്റി അതിൽ നിന്നൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മല്ലിയില ചേർക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ചേർക്കുക കേട്ടോ, എന്നാലേ നമുക്ക് ആ കറക്റ്റ് ഒരു ഫ്ലേവർ കിട്ടുകയുള്ളൂ. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണത്. അത് മാത്രമല്ല, നമുക്ക് വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലെമൺ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ നല്ല ടേസ്റ്റുമാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.